ഹായ് ഓൾ. ഈ വീഡിയോയിൽ നമ്മൾ ഡൈസിൻ്റെ കളർ തിയറിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് മോളിക്യൂൾസ് ആണ് ഓർഗാനിക് ഡൈസ്. സോ ഓർഗാനിക് ഡൈസ് എങ്ങനെയാണ് ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കാണിക്കുന്നതെന്നുള്ള അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട്. അതിൽ ആദ്യം വരുന്നതാണ് ക്രോമോഫോർ ഓക്സോക്രോം തിയറി, പിന്നെ വരുന്നതാണ് ബെൻസിനോയിഡ് ക്യുനനോയിഡ് തിയറി, പിന്നെയാണ് നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി വരുന്നത്. സോ നമുക്ക് ഈ 3 തിയറീസിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ അതിൽ ആദ്യം വരുന്നതാണ് നമ്മളെ ക്രോമോഫോർ ഓക്സോക്രോം തിയറി. സോ അതിൽ ഓക്സോക്രോം എന്താണ്, ക്രോമോഫോർസ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ക്രോമോഫോർസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ബോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട് പ്രസൻറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓർഗാനിക് ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ ക്രോമോഫോർസ് എന്ന് പറയുന്നത്. സോ ഈ ക്രോമോഫോർസ് പ്രസൻ്റ് ആണെങ്കിൽ അവിടെ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ പോസിബിൾ ആയിരിക്കും. സോ മൾട്ടിപ്പിൾ ബോണ്ട്സ് എപ്പോഴും എന്താണ്, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സെൻറ്റേഴ്സ് ആണ്. സോ ഈ ഇലക്ട്രോൺ റിച്ച് ആയ സെൻറ്റേഴ്സിൽ നിന്ന് അത് ഹോമോ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഹോമോ ല്യൂമോ ട്രാൻസിഷൻ പോസിബിൾ ആണ്. സോ ഈ ഹോമോ ല്യൂമോ ട്രാൻസിഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മളെ യു വി വിസിബിൾ റീജിയനിലുള്ള എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ കളർ നമ്മളുടെ നേക്കഡ് ഐ ആയിട്ട് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. സോ അതാണ് അവിടെ ബേസിക്കലി നടക്കുന്നത്. സോ ഇവിടെ ക്രോമോഫോർസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ആദ്യം വരുന്നതാണ് നമ്മൾ അസോ കോമ്പൗണ്ട്, അതുപോലെ കാർബണിൽ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ളത്, അതുപോലെ നൈട്രോ ആൻഡ് ക്യുനനോയിഡ്. സോ ഇവിടെയൊക്കെ എന്താണ്, റിച്ച് ആയിട്ടുള്ള ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ട്സ് അവിടെ പ്രസൻ്റ് ആണ്. സോ ഈ മൾട്ടിപ്പിൾ ബോണ്ടിൻ്റെ പ്രസൻസ് കൊണ്ട് തന്നെയാണ് അവിടെ നമുക്ക് അവിടെ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ പോസിബിൾ ആവുന്നത്. ആ ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ കൊണ്ട് തന്നെയാണ് അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് കളർ വരുന്നത്. സോ ഇതിൽ തന്നെ ഇതിപ്പോൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് എന്താണ്, ക്രോമോഫോർസ് ആണ്. സോ അതുപോലെ തന്നെ വരുന്ന ഒരു ക്ലാസ് ആണ് ഓക്സോക്രോംസ്. സോ ക്രോമോഫോർസിൻ്റെയും ഓക്സോക്രോമിൻ്റെയും പ്രസൻസ് കൊണ്ട് തന്നെയാണ് ഇവിടെ കളേഴ്സ് ഈ മോളിക്യൂൾസ് കാണിക്കുന്നത്. സോ ഓക്സോക്രോംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൾട്ടിപ്പിൾ ബോണ്ടഡ് ആയിട്ടല്ലാത്ത ഗ്രൂപ്പാണ്. സോ മൾട്ടിപ്പിൾ ബോണ്ട് ഇല്ലാത്ത ഗ്രൂപ്പുകൾ നമ്മൾ ഈ ക്രോമോഫോർസ് ആയിട്ട് ഡയറക്റ്റ്ലി അറ്റാച്ച് ചെയ്യുമ്പോൾ എന്താണ്, ഇവരുടെ ഇലക്ട്രോണിക് ലെവലിന് നമ്മളുടെ ഓക്സോക്രോംസിന് ചേഞ്ച് വരുത്താൻ പറ്റും. സോ അവരുടെ ഇലക്ട്രോണിക് ലെവൽസിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പിന് നമുക്കവിടെ വീണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആവും. സോ നമ്മുടെ ക്രോമോഫോർസും ഓക്സോക്രോംസിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് കൊണ്ട് നമുക്കവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ എനർജി ലെവലിൽ വേരിയേഷൻസ് പോസിബിൾ ആണ്. അതിനനുസരിച്ച് നമുക്ക് കളറും പോസിബിൾ ആണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് മോളിക്യൂളിൽ ഇവിടെ കളർ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇവിടെ നാഫ്തലിൻ ഉണ്ട്. അതും ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഒരു അരോമാറ്റിക് സിസ്റ്റമാണ്. അവിടെ റിച്ച് ആയിട്ടുള്ള ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു സെൻറ്ററാണുള്ളത്. അതുപോലെ തന്നെ അവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വരുന്നുള്ള നാഫ്തോൾ. സോ അതിലും തന്നെ എന്താണ്, അവിടെ ഈ OH ഗ്രൂപ്പില്ലേ, ഇതൊരു ഓക്സോക്രോമിക് ഗ്രൂപ്പാണ്. പക്ഷേ ഇവിടെ നാഫ്തലിനിലേക്ക് OH ഗ്രൂപ്പ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ കളറിൽ വലിയ ചേഞ്ച് വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഒരു ക്രോമോഫോർ ഗ്രൂപ്പ് ഇല്ലേ, നമ്മുടെ NO2 നമ്മളൊരു ക്രോമോഫോർ ഗ്രൂപ്പാണ്. സോ NO2 ഗ്രൂപ്പ് അവിടെ വരുമ്പോൾ എന്താണ്, അവിടുത്തെ ഇലക്ട്രോണിക് അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഇതിന് കളർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നാഫ്തലിൻ മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്താണ്, അവിടെ കളർ കാണിക്കുന്നില്ല. പക്ഷേ അവിടെ ക്രോമോഫോർ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ കളർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോമോഫോർ ഗ്രൂപ്പും ഗ്രൂപ്പും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്റ്റ് വരുമ്പോൾ അതിൻ്റെ കളറിൽ ഭയങ്കരമായ രീതിയിലുള്ള എൻഹാൻസ്മെൻറ്റ് പോസിബിൾ ആണ്. സോ ഇവിടെ എന്താണ്, അവിടെ ഓരോ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഇലക്ട്രോണിക് ലെവലിൽ വളരെ വലിയ രീതിയിൽ ചേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കളർ പോസിബിൾ ആവുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളുടെ ഫിനോൾ, ഈ OH ഗ്രൂപ്പില്ലേ, ഈ OH ഗ്രൂപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, അതൊരു നമ്മളുടെ ഓക്സോക്രോം ഗ്രൂപ്പാണ്. ഇവിടെ NO2 എന്താണ്, അതൊരു ക്രോമോഫോർ ഗ്രൂപ്പാണ്. സോ ക്രോമോഫോർ ഗ്രൂപ്പ് വരുമ്പോൾ എന്താണ്, നമ്മളുടെ ബെൻസീൻ റിംഗ് അല്ലെങ്കിൽ ബെൻസീൻ റിംഗിൽ കളർ പോസിബിളായി. അതുപോലെ തന്നെ നമ്മൾ ഓക്സോക്രോം ഗ്രൂപ്പും ക്രോമോഫോറിക് ഗ്രൂപ്പും കൂടി ഒരുമിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ കളർ വീണ്ടും എൻഹാൻസ് ചെയ്തു. വീണ്ടും നമ്മൾ ക്രോമോഫോർ ഗ്രൂപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, അതിൻ്റെ കളർ വളരെ രീതിയിൽ എൻഹാൻസ്ഡ് ആയി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി കൂടി എന്ന് പറയാൻ പറ്റും. സോ ഇതാണ് നമ്മളെ ക്രോമോഫോർ ഗ്രൂപ്പിൻ്റെയും ഓക്സോക്രോം ഗ്രൂപ്പിൻ്റെയും പ്രസൻസ് കൊണ്ട് നമ്മളുടെ ഓർഗാനിക് മോളിക്യൂളിൽ വരുന്നത്. അവിടുത്തെ ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസം വരുന്നുണ്ട്. ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസം വരുമ്പോൾ അവിടുത്തെ ഹോമോ ലെവലും ല്യൂമോ ലെവലും തമ്മിലുള്ള എനർജി ഗ്യാപ്പിൽ വ്യത്യാസം വരുന്നുണ്ട്. സോ അതിൻ്റെ ട്രാൻസിഷനിൽ വ്യത്യാസം വരുന്നുണ്ട്. അതിനനുസരിച്ച് അതിൻ്റെ കളറിലും വ്യത്യാസം വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? നമ്മുടെ ഓർഗാനിക് ഡൈസിൻ്റെ കളറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അടുത്തൊരു തിയറിയാണ് നമ്മുടെ ക്യുനനോയിഡ് ബെൻസിനോയിഡ് ട്രാൻസിഷൻ. സോ ഇങ്ങനെ ക്യുനനോയിഡിൽ നിന്ന് ബെൻസിനോയിഡിലേക്കുള്ള ഇൻ്റർചേഞ്ച് പോസിബിൾ ആയിട്ടുള്ള മോളിക്യൂളിലാണ് ഈ കളർ ചേഞ്ച് കാണിക്കുക. സോ ഇതിൽ ക്യുനനോയിഡിന് ഒരു കളറായിരിക്കും, അതുപോലെ ബെൻസിനോയിഡിന് ഒരു കളറായിരിക്കും.
ഇത് പി എച്ചിനനുസരിച്ചായിരിക്കും ഈ കളർ ചേഞ്ച് കാണിക്കുക. അധികവും നമ്മളുടെ ഓർഗാനിക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന മോളിക്യൂൾസിലാണ് ഈ ഒരു ടൈപ്പ് ട്രാൻസിഷൻ പോസിബിൾ ആവുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മോളിക്യൂളിൽ എങ്ങനെയാണ് ആ ട്രാൻസിഷൻ വരുന്നത് കൂടി നോക്കാം. സോ ഇവിടുത്തെ ഈ NH2 ഗ്രൂപ്പില്ലേ, NH2 ഗ്രൂപ്പിലുള്ള ലോൺ പെയർ ഉണ്ട്. സോ ഈ ലോൺ പെയറിന് നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസിഷൻ നടത്താമല്ലോ. അങ്ങനെ നടത്തുമ്പോൾ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് നടത്തും. ഓക്കെ, സോ ഈ ഡബിൾ ബോണ്ട് വീണ്ടും ഇങ്ങനെ ഈ നൈട്രജൻ കാർബൺ ബോണ്ടിലേക്ക് ഷിഫ്റ്റ് നടത്തിയാൽ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് നടത്തും. ഓക്കെ, സോ ഇങ്ങനെ ആകുമ്പോൾ എന്താണ്, നമ്മളുടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ മോളിക്യൂൾ ഒരു ക്യുനനോയിഡ് സ്ട്രക്ചറിലേക്ക് വരും. സോ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിലാണ് അതിനെ ക്യുനനോയിഡ് എന്ന് പറയാം. സോ ക്യുനനോയിഡ് സ്ട്രക്ചറിൽ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷനാണ് വന്നിട്ടുള്ളത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ അവിടെ കാണിക്കുന്നുണ്ടായിരിക്കും. സോ ഇത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കളറല്ല, അത് സൊല്യൂഷൻ്റെ പി എച്ചിന് റെസ്പോണ്ട് ആയിട്ട് മാത്രമേ ആ കളർ ചേഞ്ച് വരുന്നുള്ളൂ. സോ അതിൽ നമ്മുടെ മേജറായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച്. സോ ഫിനോഫ്തലിൻ നമ്മുടെ ബേസ് സൊല്യൂഷനല്ലേ പിങ്ക് കളർ വരുന്നത്. സോ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷൻ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനിൽ ആണ് നമ്മളുടെ ഫിനോഫ്തലിൻ ഉള്ളതെങ്കിൽ ഇവിടുത്തെ നമ്മളുടെ OH- ബേസ് ആയതുകൊണ്ട് OH- ആയിരിക്കും അവിടെ എക്സസ് ആയിട്ടുണ്ടാവുക. ഈ OH- എന്താണ്, ഈ ഹൈഡ്രജനെ അവിടെ നിന്ന് അബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ഹൈഡ്രജൻ അവിടെ നിന്ന് അബ്സ്ട്രാക്ട് ചെയ്ത് പോകുമ്പോഴെന്താണ്, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക്, അതായത് നമ്മളുടെ കാർബൺ ഓക്സിജൻ ബോണ്ട് സിംഗിൾ ബോണ്ടില്ലേ, അതിലത്തെ ഇലക്ട്രോൺ നമ്മളുടെ റിങ്ങിലേക്ക് കൊടുക്കും. സോ റിങ്ങിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ്, ഈ ബോണ്ടുകൾ ഇങ്ങനെ ഷിഫ്റ്റ് നടത്തും. ഈ ബോണ്ട് ഷിഫ്റ്റ് നടത്തുമ്പോൾ ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് നടത്തി ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് നടത്തി. ഓക്കെ, സോ ഇങ്ങനെയാണ് ആ സ്ട്രക്ചറിൽ ചേഞ്ച് വരുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രക്ചർ ഇങ്ങനെയായിട്ട് വരും. സോ അതെന്താണ്, ഇതാണ് ഇവിടുത്തെ ക്യുനനോയിഡ് സ്ട്രക്ചർ വരുന്നത്. ഇവിടെ എന്താണ്, ഇത് ബെൻസിനോയിഡ് സ്ട്രക്ചറാണ്. സോ ക്യുനനോയിഡ് സ്ട്രക്ചറിലേക്ക് ഫിനോഫ്തലിൻ മാറുമ്പോഴാണ് നമ്മുടെ പിങ്ക് കളറായിട്ടുള്ള സ്റ്റേറ്റിലേക്ക് അത് മാറുന്നത്. സോ ഇങ്ങനെയാണ് അവിടുത്തെ കളർ ചേഞ്ച് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത തിയറിയാണ് നമ്മുടെ വാലൻസ് ബോണ്ട് തിയറി. സോ ഈ വാലൻസ് ബോണ്ട് തിയറിയിൽ അവിടെ മേജറായിട്ട് പറയുന്നത് ഹോമോ ടു ല്യൂമോ ട്രാൻസിഷൻ ആണ്. സോ ഹോമോ എന്ന് പറയുമ്പോൾ എന്താണ്, ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റലാണ്. അതുപോലെ ല്യൂമോ എന്താണ്, ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽസ് ആണ്. സോ ഹോമോയിൽ നിന്ന് ല്യൂമോയിലേക്കുള്ള ട്രാൻസിഷൻ, അതായത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ് ഇവിടെ കളറിന് റെസ്പോണ്ട് ആയിട്ട് ഉള്ള ട്രാൻസിഷൻ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്ന് അബ്സോർബ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ നമ്മുടെ ഓർഗാനിക് മോളിക്യൂൾസ് കാണിക്കും. ഇനി ഒരു ഓർഗാനിക് മോളിക്യൂൾ എത്ര ടൈപ്പ് ട്രാൻസിഷൻസ് ആണ് അവിടെ പോസിബിൾ ആയിട്ടുള്ളതും കൂടി നോക്കാം. സോ നമുക്ക് അവിടെ പോസിബിൾ ആയിട്ടുള്ള ആദ്യത്തെ ട്രാൻസിഷൻ ഇതാണ്, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ആണ് ഒരു ട്രാൻസിഷൻ പോസിബിൾ ആയിട്ടുള്ളത്. പിന്നെയാണ് നമ്മുടെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മുടെ N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ, അതുപോലെ N ടു സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ. സോ ഇത്രയും ട്രാൻസിഷൻസ് ആണ് നമ്മുടെ ഒരു ഓർഗാനിക് മോളിക്യൂളിൽ പോസിബിൾ ആയിട്ടുള്ള, അതായത് ഇലക്ട്രോണിക് ട്രാൻസിഷൻ. സോ നമുക്ക് ഇനി നമ്മുടെ ഈ മോളിക്യൂളിലേക്ക് അവിടെ ഈ ഇലക്ട്രോണിക് ലെവലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ വരികയാണെങ്കിലുള്ള എഫക്റ്റാണ് ഇനി നോക്കാനുള്ളത്. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ക്രോമോഫോർസും ഓക്സോക്രോംസും വരുമ്പോഴുള്ള കാര്യം. അതായത് ഇവിടെ ഇപ്പോഴത്തെ കേസിൽ ഇവിടുത്തെ ഡെൽറ്റ ഇ ഇല്ലേ, അതായത് എനർജി ഗ്യാപ്പ് കമ്പാരിറ്റീവ്ലി ഹൈ ആയിട്ടുള്ള ഒരു എനർജി ഗ്യാപ്പാണ്. സോ അതിലേക്ക് ഇലക്ട്രോണിക് ലെവലിനെ കൂട്ടുന്ന, അതായത് ഇലക്ട്രോണിക് ക്ലൗഡിനെ കൂട്ടുന്ന ഗ്രൂപ്പായിട്ടുള്ള ക്രോമോഫോർസും ഓക്സോക്രോംസും വരുമ്പോൾ എന്താണ്, അവിടുത്തെ എനർജി ഗ്യാപ്പ് കുറയാണ് ചെയ്യുക. സോ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കാണിച്ചിരിക്കുന്നത് ഡെൽറ്റ ഇ ഹൈ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ എനർജി ഡയഗ്രമാണ്. ഇവിടെ രണ്ടാമത് കാണിച്ചിട്ടുള്ള എന്താണ്, ഡെൽറ്റ ഇ ലോ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ എനർജി പ്രൊഫൈലാണ്. സോ ഡെൽറ്റ ഇ കുറയണമെങ്കിൽ എന്താണ്, അവിടെ ക്രോമോഫോർസ് ആയിട്ടുള്ള ഗ്രൂപ്പും ഓക്സോക്രോം ആയിട്ടുള്ള ഗ്രൂപ്പുകളും വേണം. സോ അങ്ങനത്തെ ഉള്ള ഗ്രൂപ്പുകൾ എന്താണ്, ഇലക്ട്രോൺ അവൈലബിലിറ്റി കൂട്ടും. സോ ഇലക്ട്രോൺ അവൈലബിലിറ്റി കൂടുമ്പോൾ എങ്ങനെയാണ്, അവിടുത്തെ ഡെൽറ്റ ഇ കുറയും. സോ ഡെൽറ്റ ഇ കുറയുമ്പോൾ എങ്ങനെയാണ് ഇനി വ്യത്യാസം വരുന്നത് നോക്കാം. സോ എനർജിയുടെ ഇക്വേഷൻ എന്താണ്, ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ അല്ലേ. സോ അതിൽ തന്നെ ഡെൽറ്റ ഇ നമുക്കിങ്ങനെ പറയാൻ പറ്റും, hc/λ എന്ന് പറയാൻ പറ്റും. സോ നമുക്കിവിടെ എനർജിയും വേവ് ലെങ്ത്തും എന്നുള്ള റിലേഷൻ കിട്ടിയില്ലേ, ഡെൽറ്റ ഇ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് എന്നുള്ളൊരു റിലേഷൻ കിട്ടി. ഓക്കെ, സോ നമുക്കവിടെ എനർജി കുറയുമ്പോൾ എന്താണ്, വേവ് ലെങ്ത് കൂടും. സോ വേവ് ലെങ്ത് കൂടുമ്പോൾ എന്താണ്, അത് വേറൊരു കളറിലേക്ക് ഷിഫ്റ്റ് നടത്താനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ വേവ് ലെങ്തിനനുസരിച്ചാണ് നമ്മുടെ കളർ കാണിക്കുന്നത്. സോ വേവ് ലെങ്ത് കൂടുമ്പോൾ അതിന് ബ്രൈറ്റർ ആയിട്ടുള്ള സൈഡിലേക്ക് നമുക്ക് കളറിൻ്റെ ഷിഫ്റ്റ് നടത്താൻ കഴിയും. സോ ഇതാണ് നമ്മളുടെ വാലൻസ് ബോണ്ട് തിയറി പറയുന്നത്. അവിടുത്തെ ഓരോ ലെവലിൻ്റെയും ഡെൽറ്റ ഇ വ്യത്യാസത്തിനനുസരിച്ചാണ് നമുക്ക് ഓർഗാനിക് മോളിക്യൂൾ കളർ കാണിക്കുന്നത്.
സോ കളർ കാണിക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ കളറിൽ ഫൈൻ ട്യൂൺ നടത്തണമെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് ലെവലിലാണ് നമ്മൾ ട്യൂൺ ചെയ്യേണ്ടത്. സോ അവിടെ ഓക്സോക്രോമിക് ഗ്രൂപ്പും അല്ലെങ്കിൽ ക്രോമോഫോറിക് ഗ്രൂപ്പിൻ്റെയും പൊസിഷൻസ് അല്ലെങ്കിൽ നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോണിക് ലെവലിൽ വ്യത്യാസം വരും. അതിനനുസരിച്ച് അതിൻ്റെ കളർ ഇൻറ്റൻസിറ്റിയിലും വ്യത്യാസം വരും. സോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള 3 തിയറിയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെയുള്ള പുതിയൊരു കൺസെപ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു ഗൈസ്, ബൈ.